പിണ്ടിമന കോട്ടപ്പടി പഞ്ചായത്തുകളിൽ ഭീതി സൃഷ്ടിച്ച കാട്ടാന ഒരു മാസം കൂടി നാട്ടിൻപുറങ്ങൾ തേടിയെത്താമെന്ന് ദൗത്യസംഘം. വായിൽ പരിക്കുള്ള ആന മാർദ്ദവമുള്ള തീറ്റ തേടിയാണ് നാട്ടിൻപുറങ്ങളിൽ എത്തുന്നത്. ചികിത്സ നൽകിയെങ്കിലും പരിക്ക് മാറാൻ ഒരു മാസം കൂടി വേണ്ടിവരും. റേഡിയോ കോളർ ഉള്ളതുമൂലം ആനയെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും കഴിയുമെന്ന് ദൗത്യസംഘം അറിയിച്ചു. പിണ്ടിമന കോട്ടപ്പടി പഞ്ചായത്തുകളിൽ ഭീഷണി സൃഷ്ടിച്ച കാട്ടാനയുടെ സാന്നിധ്യം ഒരു മാസം കൂടി ഉണ്ടാകാമെന്നാണ് ദൗത്യസംഘം പറയുന്നത്. ആനയുടെ കീഴ്ത്താടിയിലെ ഏതാനും പല്ലുകൾ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി നീർവീക്കമുണ്ട്. ആനയ്ക്ക് ചികിത്സ നൽകിയെങ്കിലും രോഗം ഭേദമാകാൻ ഒരു മാസം കൂടി വേണ്ടി വന്നേക്കാം. മാർദ്ദവമുള്ള തീറ്റ തേടി ആന നാട്ടിൻപുറങ്ങളിൽ ഇനിയും എത്തിയേക്കാമെന്നാണ് ദൗത്യസംഘത്തിലെ വെറ്റിനറി ഡോക്ടർ ബിനോയ് സി പറയുന്നത്. അപ്പോൾ ഇതിനെ നിരീക്ഷിച്ചതിൽ എൻ്റെ ഇടതുഭാഗത്തെ കീഴ്ത്താടിയിലെ ഒരു സെറ്റ് പല്ല് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ആ നീരും എല്ലാം കണ്ടത്. അതിപ്പോൾ പക്ഷേ ഉണങ്ങി വരുന്ന അവസ്ഥയിലാണ്. അത് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഏകദേശം ഒരു മാസം കൂടി ഇനി എടുക്കും. അപ്പോൾ ഇതിന് ഹാർഡായിട്ടുള്ള ഇലകൾ, വനത്തിൽ കാണുന്ന ഹാർഡായിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത് സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന തീറ്റകൾ തേടി നാട്ടിൻപുറത്ത് വന്നത്. അപ്പം ഇനി അത് ഉണങ്ങുന്നവരെ, ആ മുറിവ് ഉണങ്ങുന്നവരെ ഇതേപോലെ ഒരു സ്വഭാവം അത് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനിയിപ്പോൾ റേഡിയോ കോളർ ഫിറ്റ് ചെയ്ത കാരണം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും ഇവിടെയുള്ള ആൾക്കാരെ അലർട്ട് ചെയ്യാനും വനംവകുപ്പിന് ഇടപെടാനും സാധിക്കും. അങ്ങനെ ഒരു ഗുണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ചത് മൂലം ആനയെ നിരന്തരം നിരീക്ഷിക്കാൻ കഴിയുമെന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഇ.ബി. ലുധീഷ് പറഞ്ഞു. ഒരു ദിവസം നീണ്ട ഓപ്പറേഷനിലൂടെ ജനങ്ങളുടെ ആശങ്കയകറ്റാൻ കഴിഞ്ഞതിൽ അദ്ദേഹം സംതൃപ്തി പ്രകടിപ്പിച്ചു. 40 അംഗ സംഘമാണ് ദൗത്യത്തിന് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു 40ഓളം പേരുടെ സംഘമാണ് നമ്മളിന്ന് ഒരു 6:45 കൂടിയിട്ട് ഈ മിഷൻ തുടങ്ങുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടായാലും ഈ ആനയെ ട്രാങ്കുലൈസ് ചെയ്യലും റേഡിയോ കോളർ പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആനയ്ക്ക് വേണ്ട ചികിത്സ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർ വിശദീകരിക്കും. നിലവിൽ നമുക്ക് നമ്മുടെ മിഷൻ ഇന്ന് സക്സസ് ആണ്. ഒരു പരിധിവരെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് വിരാമിടാൻ സാധിച്ചു എന്നാണ് കരുതുന്നത്. ഈ വരും ദിവസങ്ങളിൽ ഈ ആനയുടെ രോഗാവസ്ഥയും നമ്മൾ നിരീക്ഷിക്കും, ആനയുടെ മൂവ്മെൻറ്റും നിരീക്ഷിക്കും. മാക്സിമം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ദൗത്യം വിജയിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് മേഖലയിലെ ജനപ്രതിനിധികൾ. അടിയന്തര പ്രാധാന്യത്തോടെ വിഷയം ഏറ്റെടുത്ത വകുപ്പ് മന്ത്രിക്കും MLAയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു. ഇത്രയും യുദ്ധാടിസ്ഥാനത്തിലൊരു തീരുമാനമുണ്ടാകിയത് ആദ്യമായിട്ടാണ് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ദർശിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകം നിയമസഭ MLAമാർക്കും മിനിസ്റ്റർക്കും പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ മുതൽ ഇവിടെ ഫോറസ്റ്റ് ആളുകൾ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എല്ലാവരും ഈ പ്രദേശങ്ങളിൽ തമ്പടിച്ചുകൊണ്ട് എല്ലാവരുമായി സഹകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ആദ്യ ഷൂട്ട് ചെയ്യുകയും അതിനുശേഷം വീണ്ടും ആന മൂവ് ചെയ്യുകയും ചെയ്തു. വീണ്ടും ഫോറസ്റ്റുകാർ അവരുടെ പുറകെ പോയി രണ്ടാമത് ഷൂട്ടിംഗ് നടത്തിയാണ് സർക്കാരിൻ്റെ ആവശ്യപ്രകാരം, മിനിസ്റ്ററുടെ ഓർഡർ പ്രകാരം അവിടെ നമ്മുടെ റേഡിയോ കോളർ പിടിപ്പിക്കുകയും അത് സക്സസ് ആയി വിജയിക്കുകയും ചെയ്തു. ഇനി വരും ദിവസങ്ങളിൽ ഇവിടെ ഫോറസ്റ്റുകാരുടെ നിയന്ത്രണത്തിൽ അവരെ ശ്രദ്ധിക്കുമെന്നാണ്, ആനയെ ശ്രദ്ധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായതിൻ്റെ ആശ്വാസത്തിലാണ് തങ്ങളെന്ന് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജോയ് P. ജോസഫ് എന്നിവരും പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ ഞങ്ങളതിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടാണ് ആന ഇങ്ങനെ പകലിറങ്ങി നടക്കുന്ന ആനയെ പിടിച്ചു മാറ്റാൻ സാധിക്കാത്ത എന്നും പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. അതിനെന്തായാലും ഒരു തൽക്കാലത്തേക്ക് ഒരു ശാശ്വത പരിഹാരമായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. രാത്രിയിൽ ഒരുപാട് കാട്ടാന ഇറങ്ങാറുണ്ടെങ്കിലും പകലിറങ്ങുന്ന ഈ ആന നിരന്തരം ശല്യമായിരുന്നു. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള സ്കൂൾ ബസ്സിൻ്റെ മുന്നിൽ വരെ വന്ന് പ്രത്യക്ഷപ്പെടുകയും കുട്ടികൾ വരെ ഭയപ്പെടുന്ന അവസ്ഥയായിരുന്നു. അതിന് തൽക്കാലം ഒരു പരിഹാരമായി. സർക്കാരിൻ്റെ ശൈശവകാലത്തിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രതിസന്ധി നേരിട്ട ഒരു വിഷയമുണ്ടായിട്ട് അതിനെ വളരെ പക്വതയോടെയും വളരെ മാന്യവുമായി ജനങ്ങളുടെ ആവശ്യം എങ്ങനെ ഇടപെട്ട് അത് തീർക്കാമെന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഇന്ന് നമ്മളിവിടെ കാണാൻ കഴിഞ്ഞത്. അതിന് ഏറ്റവും പ്രിയപ്പെട്ട കോതമംഗലത്തിൻ്റെ MLAയോടും പ്രിയങ്കരനായ നമ്മുടെ MP ഡീൻ കുര്യാക്കോസിനും അതേപോലെ തന്നെ ഈ വിഷയങ്ങളിൽ ആദ്യ അവസാനം വരെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന കൊച്ചിയുടെ MLAയും ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. 2 ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷനിൽ ദൗത്യസംഘത്തിനൊപ്പം ചേർന്ന് പിണ്ടിമന പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ഷാജി, സ്ഥിരം സമിതി അംഗങ്ങളായ ടി.എ. ഷൗക്കത്തലി, സീന ബേസിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ജിൻസ്, ബിബി എൽദോസ്, ജിൻസി വർഗീസ്, അഖിൽ രവി, റിജി പുലരി എന്നിവരാണ് സംഘത്തിനൊപ്പം ചേർന്ന് എല്ലാവിധ സഹായങ്ങളും നൽകി ഉണ്ടായിരുന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ച് മടങ്ങിയ ഉദ്യോഗസ്ഥർക്കും സർക്കാരിനും നന്ദി അറിയിച്ച ശേഷമാണ് ജനപ്രതിനിധികൾ മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.